കന്യാകുമാരി യാത്രയുടെ രണ്ടാം ഭാഗത്തേക്ക് സ്വാഗതം. വിവേകാനന്ദ പാറയിലെ കാഴ്ചകളാണ് ഇനി. ബോട്ടിലാണ് അവിടേക്ക് പോകേണ്ടത്. 1/2 കിലോമീറ്ററോളം ദൂരമേ വരൂ. 75 രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള യാത്രാക്കൂലി. ക്യാമറയ്ക്ക് പ്രത്യേക ചാർജ് ഇല്ല. ബോട്ട് വിവേകാനന്ദ പാറയിൽ എത്തി. 20 രൂപ എൻട്രി ഫീസുണ്ട്. കരയിൽ നിന്നും വിവേകാനന്ദ പാറയിലേക്ക് വരുന്നതും പോകുന്നതുമായ ബോട്ടുകൾ. ഇതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമായ വിവേകാനന്ദ മണ്ഡപം. മറ്റൊരു പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ ശ്രീപാദ മണ്ഡപം. അത് ദേവി കന്യാകുമാരിയുമായി ബന്ധപ്പെട്ടാണ്. 1892 സ്വാമി വിവേകാനന്ദൻ കരയിൽ നിന്നും കടൽ നീന്തിക്കടന്ന് ഇവിടെ വന്ന് 3 ദിവസം ധ്യാനനിരതനായി ഇരുന്നു. അതിൻ്റെ സ്മരണയ്ക്കായാണ് ഈ മണ്ഡപം നിർമ്മിച്ചത്. ഇതാണ് ഇവിടുത്തെ ശ്രീപാദ മണ്ഡപം. ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ തപസ് ചെയ്തത് ഇവിടെയാണ് എന്നാണ് ഐതിഹ്യം. ദേവിയുടേത് എന്ന് വിശ്വസിക്കുന്ന പാദമുദ്ര അഥവാ ശ്രീപാദം ഈ മണ്ഡപത്തിനകത്ത് ഇപ്പോഴും പൂജിക്കപ്പെടുന്നുണ്ട്. ഡിസംബർ 23, 24, 25 എന്നീ തീയതികളിലാണ് സ്വാമി വിവേകാനന്ദൻ ഇവിടെ ധ്യാനമിരുന്നത്. വിവേകാനന്ദ പാറയുടെ പിൻഭാഗം, അതായത് ഈ കാണുന്നിടത്തെ കടൽ വെള്ളം ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ എന്നിവയിലെ കൂടിച്ചേർന്നതാണ്. തിരുവള്ളുവരുടെ പ്രതിമ. തമിഴ് ഇതിഹാസമായ തിരുക്കുറലിൻ്റെ രചനയിലൂടെയാണ് തിരുവള്ളുവർ പ്രശസ്തനായതും ആദരിക്കപ്പെട്ടത്. ഈ കാണുന്ന പാറയിൽ കടൽ വെള്ളം 3 സൈഡിൽ നിന്നും അടിക്കുന്നതായി എനിക്ക് തോന്നുന്നു. 2 കടലും ഒരു മഹാസമുദ്രത്തിൻ്റെയും സംഗമസ്ഥലമാണല്ലോ, അതുകൊണ്ടായിരിക്കും. വളരെ വൃത്തിയോടും ഭംഗിയായും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഇത് ഇവിടുത്തെ മഴവെള്ള സംഭരണിയാണ്. ഇതിവിടുത്തെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഈ വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്ന ഭാഗത്തു കൂടി വേണം നടക്കാൻ, ഇല്ലെങ്കിൽ കാല് പൊള്ളും. ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. ചെരുപ്പ് ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കണം. ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് പ്രത്യേക ഫീസ് ഇല്ല. പടുകൂറ്റൻ വാതിലിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമേ തുറക്കുകയുള്ളൂ. അതുവഴി സുഖമായി അകത്ത് പ്രവേശിക്കാം. ഇതിനകത്ത് സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമ ഉണ്ട്. അവിടെ ഭക്തർക്ക് വേണമെങ്കിൽ ധ്യാനമിരിക്കാം. ഫോട്ടോ എടുക്കാൻ പാടില്ല. നിശബ്ദത കമ്പൽസറിയാണ്. വിവേകാനന്ദ മണ്ഡപത്തിലും ശ്രീപാദ മണ്ഡപത്തിലും നിശബ്ദത കമ്പൽസറിയാണ്. തിരുവള്ളുവർ എന്ന പേരിൽ തിരു എന്നാൽ തമിഴിൽ ശ്രീ എന്ന ബഹുമാന സൂചകമാണ്. അതായത്
ബഹുമാനപ്പെട്ട വള്ളുവർ. 11.5 മീറ്റർ ഉയരമുള്ള ബേസ്മെൻറ്റിൽ 40.5 മീറ്റർ ഉയരമുള്ള പ്രതിമ, രണ്ടും കൂടി 52 മീറ്റർ നീളം. വിവേകാനന്ദ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന പാറയിൽ നിന്നും തിരുവള്ളുവർ പാറയിലേക്ക് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിൻ്റെ പണി നടക്കുകയാണ്. ഇവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത്. വടക്കൻ കേരളത്തിലെ വള്ളുവനാട്ടിലെ വള്ളുവ സമൂഹത്തിലെ പ്രധാനിയാണ് തിരുവള്ളുവർ എന്നും പറയപ്പെടുന്നു. ശ്രീപാദ മണ്ഡപം, ദേവി കന്യാകുമാരി തപസ്സനുഷ്ഠിച്ച സ്ഥലം. കഴിഞ്ഞ വീഡിയോയിൽ ദേവി കന്യാകുമാരിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. അമ്പലത്തിലെ പ്രതിഷ്ഠ പരശുരാമൻ നടത്തിയെന്നാണ് വിശ്വാസം. ദേവി കന്യാകുമാരി എന്നാൽ കന്യകയായ പാർവതി ദേവിയാണെന്നും അതല്ല ലക്ഷ്മി ദേവിയാണെന്നും അതുമല്ല ഭദ്രകാളിയാണെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ദേവി കന്യാകുമാരിയുടെ മുക്കുത്തി വളരെ പ്രശസ്തമാണ്. അത് ഒരു സർപ്പത്തിൽ നിന്നും കിട്ടിയ വൈരക്കല്ലാണെന്നും അതിൽ നിന്നും നല്ല പ്രകാശം പുറത്തു വരുന്നുണ്ട് എന്നാണ് വിശ്വാസം. പണ്ട് ഒരു ബ്രിട്ടീഷ് കപ്പലിൻ്റെ ക്യാപ്റ്റൻ രാത്രിയിൽ തിളങ്ങുന്ന ഈ മുക്കുത്തിയുടെ പ്രകാശം കണ്ട് അത് ലൈറ്റ് ഹൗസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അവിടേക്ക് കപ്പൽ തിരിച്ചു വിട്ടു. എന്നാൽ കപ്പൽ ഇവിടേക്ക് വരികയും ഈ കടൽ തീരത്തെ പാറകളിൽ തട്ടി തകരുകയും ചെയ്തതെന്ന് പറയപ്പെടുന്നു. ആളുകളെയും കൊണ്ട് ഇവിടേക്ക് വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്ന ബോട്ടുകൾ. രണ്ട് മണ്ഡപങ്ങളും കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ അകത്ത് നല്ല തണുപ്പാണ്. ഈ കാണുന്നത് മണ്ഡപത്തിൻ്റെ പിൻഭാഗമാണ്. ഇവിടെ താഴത്തെ നിലയിൽ കാണുന്നത് ധ്യാനത്തിനുള്ള മെഡിറ്റേഷൻ ഹാളുകളാണ്. 6 എണ്ണം ഉണ്ട്. ഈ മെഡിറ്റേഷൻ ഹാളുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുള്ള ക്ഷേത്ര നിർമ്മാണ ശൈലികൾ ഉപയോഗിച്ചാണ്. ഈ നടപ്പന്തലിലാണ് ബോട്ടിലേക്ക് പ്രവേശിക്കുന്നതിനായി ക്യൂ നിൽക്കേണ്ടത്. വിവേകാനന്ദ സ്മാരക സമിതിയാണ് ഈ മണ്ഡപം നിർമ്മിക്കാനായി പ്രയത്നിച്ചത്. ശ്രീ മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും ഏക്നാഥ് റെനഡെ സെക്രട്ടറിയും ആയിരുന്നു. 1970 സെപ്റ്റംബർ 2 അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായ വി ഗിരി ഈ മണ്ഡപം രാജ്യത്തിന് സമർപ്പിച്ചു. ഈ താഴെ കാണുന്ന വാതിലുകൾ മെഡിറ്റേഷൻ ഹാളിലേക്കുള്ള പ്രവേശന കവാടമാണ്. മണ്ഡപത്തിൽ നിന്നും പുറത്തേക്ക് പടികൾ ഇറങ്ങി വരുന്നവരെ കാണാം. മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി താഴേക്ക് വരുന്ന പടികൾ. ഇതാണ് മണ്ഡപത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന വാതിൽ. മണ്ഡപത്തിന് പുറകിൽ നിന്നും കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. മനോഹരമായ ജനാലകൾ. ദൂരെ തിരുവള്ളുവർ. മനോഹരമായ ദൃശ്യം.
ത്രിവേണി സംഗമം. ത്രിവേണി സംഗമത്തിൽ ഒരു പായ്വഞ്ചി. തിരിച്ചു പോകുന്നതിനുള്ള ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഈ കടൽ വെള്ളത്തിൽ അവിടെ കാണുന്ന വെള്ള വര മീനുകൾ വന്ന് നിൽക്കുന്നതാണ്. നീണ്ട ചുണ്ടുകൾ ഉള്ള മീനുകൾ, കോല പോലെയൊക്കെയുള്ള മീനുകളാണ്. ുമ്പോഴുള്ള കരയുടെ ദൃശ്യം. ബോട്ട് കരയിലേക്ക് യാത്ര തിരിച്ചു. ബോട്ടിൽ നിന്നുള്ള തിരുവള്ളുവർ പ്രതിമയുടെ ദൃശ്യം. വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ബോട്ട്. വിവേകാനന്ദ പാറയിൽ ശ്രീപാദ മണ്ഡപവും കാണാം. വിവേകാനന്ദ മണ്ഡപവും കാണാം. കരയിലെ ബോട്ട് ജെട്ടിയോട് അടുത്തു. തിരുവള്ളുവർ പ്രതിമയുടെ പശ്ചാത്തലത്തിൽ ബോട്ട് ജെട്ടി. ബോട്ട് ചിട്ടിയിൽ അടുപ്പിച്ചു. ഇറങ്ങാൻ സമയമായി. ആ കാണുന്ന ബോട്ട് ജെട്ടിയിൽ നിന്നാണ് ഞാൻ വിവേകാനന്ദ പാറയിലേക്ക് പോയതും തിരികെ വന്നിറങ്ങിയതും.
കന്യാകുമാരിയിൽ നിന്നും നാഗർകോവിലിലേക്കുള്ള യാത്ര. നാഗർകോവിലിൽ ചെന്നിട്ട് വേണം തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ കയറാൻ. സഹ്യപർവ്വത നിരകളുടെ ഒരു ഭാഗം. ഇവിടെ അടുത്താണ് മരുത്വാമലയും ശുചീന്ദ്രം ക്ഷേത്രവും. തിരുവനന്തപുരത്തേക്കുള്ള KSRTC ബസ്സിൽ കയറിയിരിക്കുകയാണ്. നല്ല വൃത്തിയുള്ള ബസ് സ്റ്റാൻഡ്. കേരളത്തിലുള്ള ഏതൊരു ബസ് സ്റ്റാൻഡിനേക്കാളും വൃത്തിയുണ്ട്. ബസ് യാത്ര തുടങ്ങി. വീണ്ടും സഹ്യപർവ്വത നിരകൾ. ബസ് ഇപ്പോൾ ഒരു ഫ്ലൈ ഓവറിലൂടെയാണ് പോകുന്നത്. നാഗർകോവിലിലെ പാർവതിപുരം എന്ന സ്ഥലമാണ്. കന്യാകുമാരിയിലേക്കും തിരുനെൽവേലിയിലേക്കുമുള്ള യാത്രയിലെ പ്രധാന ട്രാഫിക് ബ്ലോക്കുള്ള സ്ഥലമാണിത്. ഇത് കടക്കുക ഒരു കടമ്പയായിരുന്നു. ഫ്ലൈ ഓവർ വന്നതോടെ ആ പ്രശ്നം മാറി. പാർവതിപുരം ബസ് സ്റ്റോപ്പ്. ഫ്ലൈ ഓവറിന് മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ദൃശ്യം. ഇനി മാർത്താണ്ഡത്തേക്ക് ചെല്ലുമ്പോൾ ടൗണിന് മുകളിലൂടെ മുഴുവനായി ഒരു ഫ്ലൈ ഓവറിലൂടെയാണ് പോകുന്നത്. അവിടെയും ട്രാഫിക് ജാം ഒഴിവായി കിട്ടി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വയ്ക്കൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ തത്സമയം കിട്ടുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. മാർത്താണ്ഡം CSI ചർച്ച് ഭംഗിയുള്ള ഒരു ചർച്ചാണ്. പുതിയ ഒരു വീഡിയോയുമായി ഉടനെ തന്നെ ഞാൻ എത്തും. അതുവരേക്ക് ഗുഡ് ബൈ.